കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് വർക്കേഴ്സ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. മാത്രമല്ല ജനപുരാതനമായ പാരമ്പര്യമുള്ള സംഘടനയാണ്. നമ്മുടെ ശ്രീ ദിനേശിനെ പോലുള്ള ആളുകൾ അതിൻ്റെ അകത്തു നിന്നും മറ്റ് പുറത്തു നിന്ന് ശ്രീ സന്തോഷ് കുമാർ അടക്കമുള്ള ആളുകളും എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്ത് നയിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള പൂർവ്വകാല ബന്ധങ്ങൾ ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജനാധിപത്യ ശക്തികളെ വളരെ ഏകീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമം വളരെ വിപുലമാണ് എന്നെനിക്കറിയാം. ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാർ ജീവനക്കാരായി മാറുന്നതോടുകൂടി മാത്രമേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിലേക്ക് നടന്നെടുക്കുന്നതിന് പറ്റിയുള്ള ഒരു പടി നമ്മൾ കടന്നിട്ടുണ്ട്. അതാണ് പഞ്ചായത്ത് ജീവനക്കാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടി പണ്ടെടുത്ത തീരുമാനം. ഇനി 2 ഘട്ടം കൂടി അതിന് മുന്നോട്ട് പോകാറുണ്ട്. അതാണ് മുനിസിപ്പൽ ജീവനക്കാർ 1, 2 കോർപ്പറേഷൻ ജീവനക്കാരുണ്ട്. അപ്പോൾ ഈ 2 രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ പ്രശ്നം കൂടി പരിഹരിക്കത്തക്ക വിധത്തിൽ മുന്നോട്ട് പോകണം. അതിനാവശ്യമായ രൂപത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാവേണ്ടത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. നിശ്ചയമായിട്ടും ബാധ്യതലത്തിലും ഉന്നതതലത്തിലും ഈ കാര്യത്തിന് ഗൗരവതരമായ ചിന്ത ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് ഞാൻ കണക്കാക്കുന്നു. മുനിസിപ്പൽ ഇലക്ഷൻസ് ഒക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം വളരെ വിലപ്പെട്ടതാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇല്ല. എല്ലാ രൂപത്തിലും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആവുന്ന എല്ലാ നടപടികളും നിങ്ങൾ എടുക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ആ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ കൂടി നിയോജകമണ്ഡലമായ ഈ സ്ഥലത്ത് വെച്ച് ഈ നേതൃത്വ ക്യാമ്പ് നടത്താൻ തീരുമാനമെടുത്ത നിങ്ങൾ ഒരിക്കൽ കൂടി എൻ്റെ വ്യക്തിപരമായും അഭിനന്ദിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.